ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ യു പിയിലുള്ളൊരു മാർക്കറ്റിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഈ മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. ഇത് കണ്ടില്ലേ, നിലക്കടലയും പച്ചക്കറികളും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇത് ആഴ്ചയിൽ 2 ദിവസമാണ് ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളത്. ഇത് കണ്ട് ജിലേബിയാണ്. ഈ കറുത്ത കളറിലിരിക്കുന്നത് ഉണ്ട കൊണ്ടുണ്ടാക്കുന്ന ജിലേബിയും മറ്റേ മഞ്ഞ കളറിലുള്ളത് പഞ്ചസാര കൊണ്ട് ചേർത്തിട്ടുണ്ടാക്കുന്ന ജിലേബിയാണ്. ഇവിടെ കുറേ മധുരമുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും വിൽക്കാൻ കിട്ടുന്നത്. പിന്നെ തണുപ്പ് തുടങ്ങിയ സമയമായതുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുടെ സെറ്ററൊക്കെ ഇഷ്ടം പോലെ വിൽക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ആഴ്ചയിൽ തിങ്കളും വ്യാഴവും ദിവസമാണ് ഇവിടെ ഈ മാർക്കറ്റ് ഉള്ളത്. അപ്പം നമുക്ക് മറ്റുള്ള കടകളിലൊക്കെ കിട്ടുന്ന പച്ചക്കറികളുടെ വിലകളെക്കാട്ടിലും കുറച്ചൊക്കെ കുറവുണ്ടായിരിക്കും. ഇതുപോലുള്ള മാർക്കറ്റ് ദിവസം നമുക്ക് കുറച്ച് വിലയിൽ സാധനങ്ങൾ കിട്ടും. പിന്നെ ദീപാവലി കഴിഞ്ഞ സമയമായതുകൊണ്ട് ഇവിടെ അവിടെ ഇങ്ങനെ മേള, നമ്മുടെ അവിടെ ഉത്സവങ്ങളൊക്കെ നടക്കത്തില്ലേ, അതുപോലെ മേള എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഇവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ വരും. ഇത് വർഷത്തിൽ ഒരു വട്ടമൊക്കെ വരുത്തുള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ അന്നത്തെ ദിവസം ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഒരുപാട് കളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ദിവസം കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും പാർക്കിലും മറ്റുമായിട്ട്. പക്ഷേ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഈ മേള നടക്കുന്ന സമയങ്ങളിൽ മാത്രമേ ഇതിലൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇത് കണ്ടില്ലേ, നടുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകുമായിരിക്കും ഒരു മനുഷ്യൻ നിന്നിട്ട് ഇങ്ങനെ കാലുകൊണ്ടാണ് ഇത് ചവിട്ടി കറക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ മെഷീൻ വഴിയൊക്കെയാണല്ലേ. അതേസമയം ഇവിടെ ഇപ്പോൾ അയാൾ നിന്നിട്ട് ഇങ്ങനെ ചവിട്ടിയാണ് അത് കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതലും പിന്നെ മധുരമുള്ള സാധനങ്ങളായിരിക്കും കേട്ടോ എപ്പോഴും വിൽക്കാനായിട്ട് കിട്ടുന്നത്. കണ്ടില്ലേ, ജിലേബിയാണ് ഇവിടെ കൂടുതലും. ജിലേബി, ഇത് പിന്നെ ചാട്ട്, പിന്നെ പാനിപൂരി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇങ്ങനെ മേളം നടക്കുന്ന സമയത്ത് കൂടുതലും വിൽക്കാൻ കിട്ടുന്നത്. ഇത് പിന്നെ പച്ചക്കറികളാണ്. ഈ പച്ചക്കറികളെല്ലാം തന്നെ ഇവരുടെ കൃഷിസ്ഥലത്ത് തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇവരിവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഈ കോളിഫ്ലവറും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷിംല മിർച്ച, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിരിക്കും പുറത്തുനിന്ന് വരുന്നത്. ഷിംല മിർച്ചയുടെ കൃഷിയൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാം കണ്ടിട്ടുണ്ട് ഇവിടെ കൃഷിസ്ഥലങ്ങളിൽ. അതുപോലെ ഈ കോളിഫ്ലവറൊക്കെ എന്ന് വെച്ചാൽ ഈ തണുപ്പ് സമയത്ത്, ഈ നവംബർ അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് ഇതൊക്കെ ഇവിടുത്തെ സീസണൽ പച്ചക്കറികളാട്ടോ. ഇതിവിടെ ചൂട് സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറികൾ കിട്ടും. ആ പച്ചക്കറികളായിരിക്കത്തില്ല നമുക്ക് തണുപ്പ് സമയത്ത് കിട്ടുന്നത്. ഇത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു അയോധ്യയുടെ വീഡിയോ ഇട്ട സമയത്ത് ഞാനൊരു പുഴുങ്ങിയിട്ട് തരുന്നയാന്ന് പറഞ്ഞ് ഒരു സാധനം വാങ്ങിച്ച് കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സിംഗാട എന്ന് പറഞ്ഞിട്ട്. ആ സംഭവമാണിത് കേട്ടോ. ഇത് ആ തോടോടുകൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ ചക്ക. ഈ ചക്കയൊക്കെ ഈ ഇത്ര സമയമാകുമ്പോഴേ ഇവർ ഈ ചക്ക ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇവർ കറി വെച്ചിട്ടാണ് കഴിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ കൂട്ടി ചക്ക പഴുത്തതിന് ശേഷം അങ്ങനെ ഇവിടെ അധികം കഴിക്കാറില്ല ഇവരിത് ചെറിയ ചക്ക ആയിരിക്കുമ്പോൾ തന്നെ അത് എടുത്തിട്ട് കറി വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇത് പിന്നെ മധുരക്കിഴങ്ങാണ്. ഇത് പിന്നെ ഞാൻ കുറച്ച് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ഷിംല മിർച്ചയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ മധുരക്കിഴങ്ങും ഞാൻ കുറച്ച് വാങ്ങിച്ചു. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കറങ്ങി നടന്നിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ ഈ ചന്ത ഇങ്ങനെ ഇവർ വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ അറിയാമല്ലോ, നമ്മുടെ മുള്ളങ്കി, എന്താ പറയുന്നത്, വഴുതനങ്ങ, ഇത് പിന്നെ ഉള്ളി ഇങ്ങനെ തൈയോടുകൂടി ഉള്ളതില്ലേ, നമ്മുടെ നാട്ടിലും കിട്ടും ഇത് മാർക്കറ്റിലൊക്കെ. എന്നാൽ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സംഭവങ്ങളെല്ലാം തന്നെ അവരവരുടെ കൃഷിസ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ മുറവില്ലേ, നമ്മൾ അരിയൊക്കെ പാറ്റുന്ന ആ സംഭവം കേട്ടോ. ഇതിനകത്ത് എനിക്കും അറിയത്തില്ല. ഞാനത് വാങ്ങിച്ചപ്പോഴത്തേനും അയാൾ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേനും. അപ്പോൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും എടുത്ത് നോക്കി വീഡിയോ ഒക്കെ പിടിച്ചല്ലോ, ഒരെണ്ണം വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു അതിനകത്ത് ആക്കാനൊന്നും. ഇതൊക്കെ പിന്നെ ഇലവർഗ്ഗങ്ങൾ, ചീരയും അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ. ഇത് പിന്നെ ഉരുളക്കിഴങ്ങ്, ഇത് പിന്നെ അറിയാമല്ലോ. പക്ഷേ ഈ സമയത്ത് ഈ ഉരുളക്കിഴങ്ങ് കിട്ടുന്നില്ല. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങാണ്. പക്ഷേ ഈ സമയത്ത് ഇനി അങ്ങോട്ട് തണുപ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന ഉരുളക്കിഴങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കൃഷിസ്ഥലത്തു നിന്ന് എടുക്കുന്ന ഉരുളക്കിഴങ്ങായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിക്കളയാറൊന്നുമില്ല. അതിങ്ങനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ആ തൊലിയോടുകൂടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു കടകളിൽ പോയി മേടിക്കുന്ന എണ്ണയും മസാലയും മാഗി, സോപ്പും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്നത്തെ ദിവസം ഈ മാർക്കറ്റിൽ കിട്ടും. ഇത് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലകൾ, പിന്നെ ഈ വറുത്ത് കഴിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ട, പിന്നെ ചില നാടുകളിൽ വെല്ലമെന്നോ എന്തൊക്കെയോ പറയത്തില്ലേ, അതാണ് കേട്ടോ ഉണ്ട. പിന്നെ നമ്മൾ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ഉണ്ട അവരിങ്ങനെ തൂക്കിത്തരും. ഇവരാണെങ്കിൽ നമുക്ക് കഴിച്ച് നോക്കാനൊക്കെ തരും കേട്ടോ.
ഈ ഉണ്ടയും ഇവർ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ടകളാട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ദാല്, അരി, ഉഴുന്ന്, കടല, ഈ സംഭവങ്ങളൊക്കെ ഈ നിലത്ത് വിരിച്ചിട്ട് ഇവരിങ്ങനെ വിൽക്കുന്നില്ലേ, ഈ സംഭവങ്ങൾ ഇവരുടെ വീട്ടിൽ തന്നെ ഉള്ളതായിരിക്കും. ഈ ദാലും ഈ കടലയും ഒക്കെ ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളായിരിക്കും ഇവരിങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ നോട്ടമൊക്കെ കണ്ടോ, വീഡിയോയിൽ ഒന്നുകൂടി പിടിച്ചപ്പോഴത്തേന് എന്താ സംഭവം എന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പാവം. അങ്ങനെ ഞങ്ങൾ കുറേ കൂടി മുന്നോട്ട് പോയി കേട്ടോ. ഇത് നിങ്ങൾക്കിങ്ങനെ സൈഡിൽ കാണുന്നോട്ട് എത്രത്തോളം മനസ്സിലായെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ടൊരു ഗ്രൗണ്ടിലാണ് ഈ മാർക്കറ്റ് ഉള്ളത്. വലിയ മാർക്കറ്റാണിത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും ഇതെല്ലാം മധുരമുള്ള സാധനങ്ങളാട്ടോ. ഇതൊന്നും നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ഇത് ഇവിടുത്തെ മീനാണ്, വളർത്തു മീൻ. ഇതും ഞങ്ങളങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പം ഈ മാർക്കറ്റിൽ നിന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.